സതീശൻ മന്ത്രിസഭയുടെ അന്തിമ രൂപം തേടി ഹൈക്കമാൻഡ് ചർച്ചകൾ സജീവം. രമേശ് ചെന്നിത്തല ധനമന്ത്രിയാകുമോ? നിർണായക UDF യോഗം ഇന്ന്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ ഘടനയും വകുപ്പ് വിഭജനവും സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ തലസ്ഥാനം നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് വൈകിട്ട് ചേരുന്ന UDF നേതൃയോഗം മന്ത്രിസഭയുടെ അന്തിമ ചിത്രം വ്യക്തമാക്കുമെന്നിരിക്കെ സുപ്രധാന വകുപ്പുകൾക്കായി ഘടകകക്ഷികളും വിവിധ ഗ്രൂപ്പുകളും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചാ വിഷയം രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനമാണ്. കടുത്ത അതിർത്തികൾക്കൊടുവിൽ ചെന്നിത്തല വഴങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് നൽകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ VD സതീശൻ തയ്യാറല്ലെന്നത് തീരുമാനങ്ങളെ സങ്കീർണമാക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർവഹിക്കാനാണ് നിലവിലെ നീക്കം. കോൺഗ്രസിൽ നിന്ന് 12 മന്ത്രിമാരും ഒരു സ്പീക്കർ പദവിയുമാകും ഉണ്ടാകുകയെന്നാണ് പ്രാഥമിക ധാരണ. KC വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതോടെ പട്ടികയ്ക്ക് ഹൈക്കമാൻഡിന്റെ അന്തിമ അംഗീകാരം ലഭിക്കും. ഘടകകക്ഷികൾക്കിടയിലും ആവശ്യങ്ങൾ ഏറുകയാണ്. 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ 2 മന്ത്രിമാരെ വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ അവ്യക്തതകളില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ തങ്ങളുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സൂചന. അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ഘടകകക്ഷി നേതാക്കൾ VD സതീശന്റെ വസതിയിലെത്തി ചർച്ചകൾ നടത്തിവരികയാണ്. ധനകാര്യം ചെന്നിത്തല ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാൽ അത് മന്ത്രിസഭാ രൂപീകരണത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. വരും മണിക്കൂറുകളിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളും മുന്നണി യോഗവുമാകും സതീശൻ മന്ത്രിസഭയുടെ കരുത്തും ദിശയും നിശ്ചയിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.